നമസ്കാരം. കൈപ്പള്ളിൽ ചന്ദ്രബാബു സ്മാരക ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ ആഭിമുഖ്യത്തിൽ അഖില കേരള ചെസ് മത്സരം സംഘടിപ്പിച്ചു. പുനലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പ്രദീപ് കണ്ണങ്കോട് ചെസ് മത്സരത്തോടനുബന്ധിച്ച് നടത്തിയ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ കരുക്കളുടെ പേരിൽ വ്യത്യാസമുണ്ട്. മോഡേൺ ചെസ്സിൽ ക്യൂനാണ്, ചതുരംഗത്തിൽ മന്ത്രിയാണ്. അതുപോലെ തന്നെ മോഡേൺ ചെസ്സിൽ ബിഷപ്പാണ്, ചതുരംഗത്തിൽ അത് ആനയാണ്. ചതുരംഗത്തിൽ തേരുണ്ട്. മോഡേൺ ചെസ്സിൽ നമ്മൾ റൂട്ട് എന്നാണ് പറയുന്നത്. കാലാൻ രണ്ടിലുമുണ്ട്. ഇംഗ്ലീഷിൽ അത് പോണെന്ന് പറയും, മറ്റത് കാലാണെന്ന് പറയും. നീക്കത്തിലുമുണ്ട് വ്യത്യാസം. നീക്കത്തിലെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ എല്ലാം ചെസ് കളിക്കാൻ അറിയാവുന്നവരാണ് വന്നിരിക്കുന്നത്. നീക്കത്തിലെ വ്യത്യാസം ചതുരംഗത്തിലാണ്. ബിഷപ്പ് മൂന്നാമത്തെ കോണത്തിൽ ചെസ്സിനകത്ത് കോണോട് കോണ് എവിടെയും പോകും ബിഷപ്പ്. പക്ഷേ ചതുരംഗത്തിൽ ബിഷപ്പ് ആന എന്നാണ് അറിയപ്പെടുന്നത്. അത് മൂന്നാമത്തെ കോണത്തിലാണ് ചാടി ചാടി പോകുന്നത്. അതുപോലെ തന്നെ മന്ത്രി നമ്മുടെ മോഡേൺ ചെസ്സിൽ രാജ്ഞിയാണ്. ഈ മന്ത്രി തൊട്ടടുത്ത കോളത്തിൽ മാത്രമേ ചതുരംഗത്തിൽ പാരൂ. എന്നാൽ മോഡേൺ ചെസ്സിലെ ക്യൂൻ നെടുകയും പോകും, ഇങ്ങനെയും പോകും, ഇടമുളയ്ക്കൽ ഗവൺമെന്റ് ജവഹർ ഹൈസ്കൂളിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി രവീന്ദ്രനാഥിന്റെ അധ്യക്ഷതയിലാണ് അഖില കേരള ചെസ് മത്സരം നടന്നത്. ഗ്രന്ഥശാല സെക്രട്ടറി ഡോക്ടർ തോമസ് കോശി, ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആര്യലാൽ, വാർഡംഗം എം ബുഖാരി എന്നിവർ പങ്കെടുത്തു.